എൻ്റെ പേര് മറിയാമ്മ. എൻ്റെ മോൻ വർഗീസാണ്. ആദ്യത്തെ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞങ്ങൾ ഇവിടെ KMCTയിൽ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർമാരവരെ ചികിത്സിച്ചു. മനോജ് ഡോക്ടർ, അപ്സാറ്, എല്ലാവരോടും ഞങ്ങൾക്ക് നല്ല കടപ്പാടും നന്ദിയുണ്ട്. ഈ മാനേജ്മെൻറ്റിനോടും. ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന് എത്രയോ വ്യത്യാസങ്ങൾ വന്നു. എൻ്റെ മോനിപ്പം നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട്. വായ തുറക്കുന്നുണ്ട്, അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുമൊന്നുമില്ലായിരുന്നു, എഴുന്നേറ്റ് നടന്ന് നേരെ വെളുപ്പിക്കലായിരുന്നു. പിന്നെ ഇപ്പം 46 വർഷത്തിന് ശേഷം നാക്ക് പുറത്ത് വന്ന് കണ്ട് പല്ല് തേക്കാനും നാക്ക് വടിക്കാനും എല്ലാത്തിനും അവന് സാധിക്കുന്നുണ്ട്. നല്ലപോലെ ഉറങ്ങാനും സാധിക്കുന്നുണ്ട്. ആദ്യം ഉറങ്ങുകയില്ലായിരുന്നു, നടന്ന് ഉറങ്ങുകയായിരുന്നു, ഇരിക്കുന്നിടത്ത് ഉറങ്ങുകയായിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുക. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് എത്ര നന്ദി ഈ ഹോസ്പിറ്റലിനോട് പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകുകയില്ല. അത്രയും ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റം കിട്ടി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണോ, ഇവിടെ ഹോസ്പിറ്റലിനോട് എന്ത് നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവിടെ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അതിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എല്ലാം അവരൊരു പൈസ പോലും ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 8 മാസമായി. 46 വർഷമായി. എൻ്റെ നാക്ക് ഞാൻ പുറത്ത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനോ രാത്രി ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി. രാത്രി ഉറങ്ങുന്നുണ്ട്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നാക്കുകൾ പുറത്ത് വരുന്നുണ്ട്, പല്ല് കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം വളരെ സന്തോഷമായി. എല്ലാം ഫ്രീ ആയി ചെയ്ത് തന്ന KMCT ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റിനോടും പ്രത്യേകിച്ച് മനോജിനോടും നന്ദി പറയുന്നു. വർഗീസ് ആദ്യമായി എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്നത് 2023 ഫെബ്രുവരി മാസത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നം TMJ ആങ്കിലോസിസ്, അതായത് താടിയലിൻ്റെ സന്ധി ഉറഞ്ഞിരിക്കുന്ന അവസ്ഥ. അതുമൂലം അത് ഏകദേശം 3-ാം വയസ്സ് തൊട്ട്, ഇപ്പം 45 വയസ്സായി, 3 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് 0 ആണ് മൗത്ത് ഓപ്പണിങ്. അതേപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ, രാത്രി കിടക്കുമ്പം ശ്വാസം മുട്ടി ഞെട്ടി എണീക്കുക. അതുപോലെ തന്നെ സിവിയർ സ്നോറിങ്, കൂർക്കം വലി, ഇതൊക്കെയായിരുന്നു അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇതിൻ്റെ ഭാഗമായി 8ാമത്തെ വയസ്സിലും 18ാമത്തെ വയസ്സിലും അദ്ദേഹം ഒരു സർജറി ചെയ്തിരുന്നു. അത് സക്സസ് ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഇത്രയും സർജറി നീണ്ടുപോകാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കമായിരുന്നു. ഇതൊരു സർജറി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 3 lakhs മുകളിൽ വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങളെ കാണിക്കാൻ വരുന്നു. ഇത് പുറത്തുള്ള 2-3 ഡോക്ടേഴ്സ് ഒരേ സ്ഥലത്തേക്ക് തന്നെ റെഫർ ചെയ്തു. അങ്ങനെയാണ് കാണുന്നത്. ഞങ്ങളിത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തപ്പം ഏകദേശം ഒരു 4.5 lakhs സർജറിക്ക് എക്സ്പെൻസ് വരും. ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ വെർച്വൽ പ്ലാനിങ്, അതായത് മുഴുവൻ കമ്പ്യൂട്ടർ പ്ലാൻ ചെയ്യലാണ്. അതിൻ്റെ സെൻറ്റർ സീറ്റാസ് എന്ന ചെന്നൈയിലെ സെൻറ്ററിലാണ് ഇത് പ്ലാൻ ചെയ്തത്, ഡോക്ടർ ജോൺ നേഷൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഈ പ്ലാനിങ് വന്നു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗമായി ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും മാനേജ്മെൻറ്റിന് ബോധ്യപ്പെടുകയും അവർ ഈ അവസ്ഥ മനസ്സിലാക്കി അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ സർജറി ഞങ്ങൾ 2024 ഫെബ്രുവരിയിലേക്ക് പോസ്റ്റ് ചെയ്തു. കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, CT സ്കാനൊക്കെ എടുത്ത് എല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ വെർച്വൽ സർജിക്കൽ പ്ലാനിങ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് താടിയലിലെ ജോയിൻറ്റ് മുറിച്ച് താഴോട്ട് താഴ്ത്തുകയും അത് മുന്നോട്ടും കൊണ്ടുവന്ന് പൂർണ്ണമായി ഇപ്പോൾ അദ്ദേഹം സർജറിക്ക് ശേഷം പൂർണ്ണ സംതൃപ്തനാണ്. വാ തുറക്കുന്നത് 2.5 സെൻറ്റിമീറ്ററോളം മൗത്ത് ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. രാത്രി ഞെട്ടി ഉണർന്നത് അത് അദ്ദേഹത്തിൻ്റെ ജോലിയെപ്പോലും ബാധിക്കുന്നുണ്ട്. പകൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക, അതൊക്കെ കംപ്ലീറ്റ് മാറി. അതുപോലെ തന്നെ കൂർക്കം വലി കംപ്ലീറ്റ് സുഖപ്പെട്ടു. അദ്ദേഹം സന്തുഷ്ടനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതുപോലത്തെ നമ്മൾ സർജറി ചെയ്ത് ആ റിസൾട്ട്, പേഷ്യൻറ്റിൻ്റെ സന്തുഷ്ടതയാണ് നമുക്ക് വീണ്ടും ഒരു സർജറി ചെയ്യാൻ പ്രചോദനം ചെയ്യുന്നത്, ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഇതിന് ഞാൻ എല്ലാവരോടും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ മാക്സിലോഫേഷ്യൽ കംപ്ലീറ്റ് ടീമിനോടും, അതുപോലെ തന്നെ KMCT മെഡിക്കൽ കോളേജ് അനസ്തറ്റിക് ടീമിനും, പ്രത്യേകിച്ചും മാനേജ്മെൻറ്റിനും, ഇത് സ്പോൺസർ ചെയ്യുകയും എല്ലാ സൗകര്യവും ചെയ്തു തന്ന മാനേജ്മെൻറ്റിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ ജോൺ നേസൻ, സീറ്റാസ്
ചെന്നൈ. ഞങ്ങൾ നേഷനുമായിട്ട് ഒരു 10 വർഷത്തോളം അടുപ്പമുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാവിധ സർജറികളും വെർച്വൽ സർജിക്കൽ പ്ലാനിങ്ങും കൂടിയാണ് ചെയ്യുന്നത്. 3D പ്രിൻറ്റിങ്ങും അതുപോലെ പേഷ്യൻ്റ് സ്പെസിഫിക് ഇംപ്ലാൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ട്യൂമർ റീകൺസ്ട്രക്റ്റീവ് സർജറി, അതേപോലെ തന്നെ കോസ്മെറ്റിക് ഓർത്തോഗ്നാറ്റിക് സർജറി, അതുപോലെ തന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട് മുഖവൈകല്യം സംഭവിക്കുന്നവർക്ക് കറക്റ്റ് ചെയ്യൽ, ഓർബിറ്റൽ സർജറി എല്ലാം ഈ മോഡേൺ ടെക്നിക്ക് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്.